നമ്മളിപ്പോൾ ഉള്ളത് ഡെറാഡൂണിലെ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാട്ടോ, FRI. ഇന്ന് രാവിലെ മനുഷ്യമായിട്ട് വിളിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ഗോവയിൽ പോയ പോലെ നമുക്ക് പാരീസിൽ പോകാന്ന് പറഞ്ഞാൽ പാരീസ് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന കേട്ടോ. ഇവിടുത്തെ ഫോറസ്റ്റ് FRI ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് നമ്മൾ ഇവിടെ വരാമെന്നൊക്കെ ഓർത്ത് നമ്മൾ വന്നാ, പക്ഷെ അന്നേരത്തെ കൊറോണ കാരണം അകത്ത് കയറ്റി വിടുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ നെറ്റിലൊന്നും നോക്കിയായിരുന്നു. അതന്നെ, ഇത് അടിപൊളി. ഇതിനകത്ത് എന്താ മ്യൂസിയം ഒക്കെ ഉണ്ടോ? ഇതിനകത്ത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഇവിടുത്തെ ഫോറസ്റ്റിനെ കുറിച്ചുള്ള റിസർച്ച് മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമല്ലേ? സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഉള്ളില് വലിയ കൊട്ടാരം പോലെ വലിയ സ്ഥലം. ഈ ഗേറ്റിന്റെ ഉള്ളിലാണ് വലിയ ബിൽഡിങ്ങും കാര്യം. പാരീസ് ചെന്നൊരു ഫീല് കിട്ടുന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ വന്ന് ഗേറ്റേ വന്ന് നിന്നപ്പോൾ സംഭവം ക്ലോസ് ആണ്, അകത്തേക്ക് കയറ്റുന്നില്ല. ക്ലോസ് ആയിരുന്നു ആദ്യം, പിന്നെ പക്ഷേ ഓപ്പൺ ആയെന്ന് പറഞ്ഞ ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കി വന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിലാണ് വന്നത്. അതുപോലെ മനുഷ്യേട്ടനോട് ഉണ്ട്, മനുഷ്യേട്ടൻ്റെ വണ്ടിയിൽ വന്നു. എന്തായാലും അത് കുളമായി. നമുക്കൊരു കാര്യം ചെയ്യാം, പറഞ്ഞില്ലായിരുന്നു ജാക്കറ്റൊക്കെ നമുക്ക് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ടല്ലോ. ഒരുപാട് പേര് എന്നോട് പറയുന്നത് ജാക്കറ്റ് പറഞ്ഞു. ഞാനിപ്പോൾ ആ ജാക്കറ്റ് ഇടാത്ത തന്നെ അതുകൊണ്ടാണ്. എല്ലാവരെയും കണ്ടും മടുത്തു. അപ്പോൾ നമ്മളിവിടെ ക്ലോക്ക് ടവർ, പണ്ടത്തെ വീഡിയോയിലൊക്കെ ഞാൻ ക്ലോക്ക് ടവറിൻ്റെ അവിടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലോക്ക് ടവറിന് അവിടെ പോയിട്ട് നമുക്ക് അവിടെ ഇഷ്ടംപോലെ ഷോപ്പുണ്ട്. നമുക്ക് അവിടെ ഒന്ന് വൈകുന്നേരം നടക്കാനൊക്കെ പറ്റിയ സ്ഥലം, ഇഷ്ടംപോലെ ഷോപ്പും. ഒരു ചെറിയൊരു വില കുറഞ്ഞൊരു ജാക്കറ്റ് കിട്ടുകയാണെങ്കിൽ 100-300 രൂപയ്ക്ക് ഉള്ളിൽ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങണം. അതുപോലെ നമ്മുടെ വണ്ടീൻ്റെ പഞ്ചർ കിറ്റ് കാര്യങ്ങൾ ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ക്ലോക്ക് ടവർ നിങ്ങൾ എന്തായാലും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ കൂടിയവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ പണ്ട് കേദാർകന്ത വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ നമ്മൾ മനുഷ്യേട്ടൻ്റെ കൂടെ, മനുഷ്യേട്ടാ നാളെ ഞാൻ ഋഷികേശിന് പോകും. ഓക്കെ. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും നമ്മൾ ഒരുമിച്ചല്ല. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വരാം. നമുക്ക് ഒരുമിച്ചാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാറില്ല, നമുക്കും വേറെ 1-2 ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ക്രിസ്മസിന് പിന്നെ ഇവർക്ക് വേറെ ആഘോഷമുണ്ട്, നമുക്ക് വേറെ സ്ഥലത്താണ്. നമ്മൾ ഋഷികേശിലാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ തൊട്ടുണ്ടാവും എന്തായാലും. ന്യൂ ഇയർ കഴിഞ്ഞിട്ട് നല്ല 5 എപ്പിസോഡുമായിട്ട് നമ്മൾ തിരിച്ചു വരും കേട്ടോ. അതെ, നമ്മൾ കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ഉണ്ട്. നമുക്ക് എന്തായാലും പോവാം, ക്ലോക്ക് ടവറിനോട് പോവാം. വണ്ടി എൻ്റെ വണ്ടിക്ക് വന്നാൽ പോരെ? അവിടെ നമുക്ക് 2K ഒരു ചെലവൊക്കെ ചെയ്യാൻ കേട്ടോ. 1K അതിന് ചെലവ് ചെയ്തു. ഇപ്പോൾ 2K കഴിഞ്ഞു. 2Kന്റെ ചെലവ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അതിനിപ്പോൾ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 3K ആവും. എല്ലാവരും മൂപ്പറ ചാനലോടെ കയറി നോക്കണം കേട്ടോ. അപ്പോൾ പോവാം. അപ്പോൾ അതെ, ഈ കാണുന്ന കേട്ടോ ഇവിടുത്തെ ഞാൻ പറഞ്ഞ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതുണ്ടല്ലോ, ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഉണ്ടോ, വലിയ ഗേറ്റും. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. അവിടെയാണ് അതിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. സംഭവം മനീഷേട്ടൻ ഇവിടെ മുന്നേ വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ എന്തായാലും അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. സോ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മളിത് ആ ക്ലോക്ക് ടവറിൻ്റെ അവിടെ എത്തി കേട്ടോ. പെരും തിരക്കായിട്ട് നമ്മളിവിടെ ഒരു തിയേറ്ററിൻ്റെ മുമ്പിൽ കൊണ്ട്. ഇവിടെ തിയേറ്റർ ഓപ്പൺ ആണോ അറിയില്ല കേട്ടോ. ഇവിടെ നമ്മുടെ വണ്ടി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാറും ഇവിടെ കൊണ്ടുവിട്ടു. പെയ്ഡ് പാർക്കിംഗ് ആട്ടോ. മാസ്ക് ഉണ്ട്. അപ്പോൾ ദേ നമ്മളങ്ങനെ ക്ലോക്ക് ടവറിലെത്തി കേട്ടോ. അതെ, ഇതാണ് ഡെറാഡൂൺ സിറ്റിയിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണത്. ഷോപ്പിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയ കേട്ടോ. നമ്മളന്ന് വന്നപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കേദാർകന്ത ട്രക്കിങ്ങിന് വന്നപ്പോൾ ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ മാത്യുവിനെയൊക്കെ പരിചയപ്പെട്ടത്. അവിടെ വെച്ചിട്ടായിരുന്നു. ഇവിടെയായിരുന്നു നമ്മളെ പിക്ക് ചെയ്യാനൊക്കെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തത്. എന്താ മനുഷ്യട്ട് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഭയങ്കര സൗണ്ടാണ് ഇവിടെ. നമ്മളേക്കാളും ഡെറാഡൂണിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായെന്ന് പറഞ്ഞാലേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ടൗൺ സിറ്റി ഒന്ന് കിടക്കാൻ വേണ്ടി. സിറ്റി നമ്മുടെ പ്ലാനില്ലായിരുന്നു. യാദൃച്ഛികമായിട്ട് FRI പോയോണ്ട് ഇങ്ങോട്ട് പോകുന്ന. അല്ല, അതുകൊണ്ട് നന്നായി. അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാമല്ലോ. അതെ, ഓൾറെഡി ഞങ്ങൾ ഇങ്ങോട്ട് അവിടുത്തെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ നിന്നതാണ്. എനിക്ക് ഒരു ജാക്കറ്റ് വാങ്ങണം, അതുകൊണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഇങ്ങോട്ട് വരുന്ന അങ്ങ് വീഡിയോ ആക്കാന്ന് വെച്ചാൽ അവിടെ എന്തായാലും അടച്ചു പോയോണ്ടാ. അതിന് തുറക്കുമായിരിക്കുമല്ലേ? അത് തുറക്കുമായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ പോയപ്പോൾ, കഴിഞ്ഞ മാസം ഞങ്ങൾ പോയായിരുന്നു. അപ്പോൾ അന്നേരം തുറന്നിട്ടില്ലായിരുന്നു. കൊറോണ ആയതുകൊണ്ട് അടച്ചതാണ്. ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഈ ക്ലോക്ക് ടവർ നമ്മൾ വന്ന് വന്നപ്പോൾ കണ്ട 6 സൈഡ് ഉണ്ട് കേട്ടോ. ഇതിന് 6 ക്ലോക്കാണ്. 6 ഭാഗത്ത് നോക്കിയാലും കാണാം. ഒരു മെയിൻ ജംഗ്ഷനാണ്. ആ ഭാഗത്തോട്ടൊക്കെയാണ് റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന് ഡൽഹി, നമ്മൾ ഡൽഹിക്ക് ISBT ഒക്കെ അങ്ങോട്ടാണ്. ഋഷികേശ്, ഹരിദ്വാർ എല്ലാം അങ്ങോട്ടാണ്. ഇങ്ങോട്ട് പോകുന്നതാണ് നമ്മൾ അന്ന് പോയ ചക്രാർത്തേക്ക് പോകുന്ന വഴി അല്ലേ? അത് നേരെ പഞ്ചാബാണ്. പഞ്ചാബിന് പോകുന്നു. ഇതല്ലേ മസൂരി? ഇത് നമ്മൾ മസൂരി പോകുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രാജ്പൂർ എന്ന് പറഞ്ഞ റോഡാണ്. അങ്ങ് വരെയുള്ള റോഡാണ്. അങ്ങ് രാജ്പൂർ വരെയുള്ളതാണ്. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ രാജ്പൂർ, നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലം തന്നെ രാജ്പൂർ, അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലം. അതും ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അപ്പം അങ്ങോട്ടുള്ള മെയിൻ വഴിയാണിത്. ഇത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയല്ലേ ക്ലോക്ക് ടവർ? അങ്ങനെയൊക്കെയാണ് നെറ്റിലുള്ളത്. അങ്ങനെ ക്ലോക്ക് ടവറിന്റെ ഹിന്ദിയാണ് ഖണ്ഡാഗർ എന്ന് പറയുന്നത്. അത് നോർത്ത് ഇന്ത്യ വരുന്ന മിക്ക സ്ഥലത്തും ഉണ്ടല്ലോ ഈ ക്ലോക്ക് ടവർ കാണും. ഇപ്പം ഡൽഹിയിലാണെങ്കിലും നമുക്ക് പല ക്ലോക്ക് ടവറുള്ള സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് ക്ലോക്ക് ടവർ ഉണ്ട്. ഇത് നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് സമയം കാണാൻ പറ്റുമല്ലോ. അതെ, ഏത് ഭാഗത്ത് നോക്കിയാലും കാണാം. അതെ, ഓരോ മണിക്കൂറും നമ്മളിവിടെ നിൽക്കുമ്പോൾ വാച്ച് നോക്കേണ്ട കാര്യമില്ല. ഒച്ചയൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതെ. ഇനി അതല്ല, മെയിനായിട്ട് ഇത് ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമല്ലേ?
ഇതിന്റെ അപ്പുറത്തെ വശത്തോട്ട് പോകുന്നത് പൾട്ടൻ ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസാറാണ്. അപ്പോൾ പൾട്ടൻ ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റാണ്. നമുക്ക് അതിൻ്റെ അകത്ത് എല്ലാ സാധനം വേണമെങ്കിലും കിട്ടും. വളരെ ചീപ്പ് റേറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ചീപ്പ് നല്ല നല്ല സാധനങ്ങളും ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് വില കുറച്ച് കിട്ടും. കോഴിക്കോടൊക്കെ SM സ്ട്രീറ്റ് ഒക്കെ പോലെ ഷോപ്പിങ്ങിന് പറ്റിയ ഏരിയ. ഷോപ്പിങ്ങിന് പറ്റിയ ഒരു ഏരിയ. പക്ഷെ ഇപ്പൊ കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ മാസ്ക് ഒക്കെ വെച്ച് കൊറോണന്റെ സീന് കൂടുകയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ മാസ്ക് വെച്ചേക്കുന്നത്. പക്ഷേ നിലവിൽ ഇവിടെ പ്രശ്നം ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഉത്തരാഖണ്ഡിൽ എന്തെങ്കിലും സീനുണ്ടോ, ഡൽഹിയിൽ എന്തെങ്കിലും സീനുണ്ടോ, ഡൽഹി ക്ലോസ് ആക്കുമോ? പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടൊന്നുമില്ല. ഒരു കൊറോണ ആയിട്ട് ബന്ധപ്പെട്ട് വേറെ പ്രത്യേകിച്ച് പുതിയ ന്യൂസോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇപ്പോഴും ഇതാണല്ലേ ബസാറ്? ഇതാണ് പൾട്ടൻ ബസാർ. പൾട്ടൻ ബസാർ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അത്യാവശ്യം തുണിയും അതുപോലെ തന്നെ എല്ലാ സാധനവും കിട്ടും കേട്ടോ. നമ്മൾ മുൻപ് പോയി കഴിഞ്ഞാൽ എല്ലാം കിട്ടും. ചെരുപ്പ് കടയുണ്ട്. ഡൽഹിയിലെ ചാന്ദിനി ചോക്ക് പോലെ ഇവിടുത്തെ ഒരു ഡൽഹിയിലെ അതായത് സരോജിനി മാർക്കറ്റ് ഒക്കെ പോലെ ഇവിടുത്തെ ഒരു നല്ല മാർക്കറ്റ്. ഓക്കെ. ഇവിടെ മൊത്തം ആൾക്കാരാട്ടോ. കൊറോണ ആയിട്ട് ഉള്ളൊരു ഇതും ഇല്ല അല്ലേ? ഇവിടെ ഫുള്ള് സീനാണ്. ഇത് കണ്ടില്ലേ മൊത്തം ആൾക്കാർ. പക്ഷെ ആൾക്കാരൊക്കെ മാസ്ക് വെച്ചിട്ടുണ്ട്. അതാണ് ഒരു ഏക ഒരു ആശ്വാസം. ആശ്വാസം എന്ന് പറഞ്ഞാൽ ഡെറാഡൂൺ എന്ന് പറയുമ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നൊരു സ്ഥലം കൂടാ. അത് ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ? എല്ലായിടത്തും ആൾക്കാർ വരുമല്ലോ. മൊത്തത്തിൽ നല്ല തിരക്കാണ്. അങ്ങനെ നമ്മൾ ഈ ബസാറിലുള്ളത് മീൻ കടയിൽ വന്നിട്ട് ഇതുണ്ടോ? ഇത് ഒറിജിനൽ മീനാണോ തൂക്കിയിട്ടേക്കുന്നത്? മനീഷേട്ടന് മീൻ വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ മീൻ കടയിലോട്ട് വന്നേ. ആദ്യമായിട്ടാ ഉത്തരാഖണ്ഡിൽ വന്നിട്ട് ഞാൻ മീൻ കാണുന്നത്. ഒറിജിനൽ മീനാ, പക്ഷെ ഉണ്ടല്ലോ അത് മൊത്തം ചീഞ്ഞ പോലെ ഉണ്ടല്ലേ. മേടിച്ച അഴുക്കായി പോയി ചിലപ്പോൾ. വാങ്ങുന്നില്ലേ? നമുക്കൊന്ന് വട്ടം കറങ്ങിയിട്ട് വന്നിട്ട് മേടിക്കാം. അല്ല ഇപ്പോഴെ മേടിച്ച അഴുക്കായി പോയി കഴിഞ്ഞാലേ. അവിടെ പോത്ത് കിട്ടുമോ? ഇവിടെ പോത്ത് കിട്ടത്തില്ല, ഇവിടെ ആട് കിട്ടും. ആട് പോത്തൊക്കെ എവിടെ കിട്ടുക? പോത്ത് കിട്ടണമെങ്കിൽ നമ്മൾ അപ്പുറം മുള്ള ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഇതിന്റെ ബാക്ക് സൈഡിലുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇല്ല, ഇതിന്റെ ബാക്ക് സൈഡിൽ. നമ്മുടെ പോത്ത് വെക്കൽ കണ്ടുകൊണ്ട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഇവിടെ പോത്തൊക്കെ കിട്ടുമോ. ഇവിടെ പോത്ത് കിട്ടുന്ന ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെ പോത്തും മീനും ആടും എല്ലാം കിട്ടും കേട്ടോ, ഒരു കുഴപ്പമില്ല. അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ കടകൾ കാണാം. സ്ലീപ്പിംഗ് ബാഗ്, നമുക്ക് ക്യാമ്പിങ് അതുപോലെ കാര്യങ്ങളൊക്കെ ട്രക്കിങ്ങിനൊക്കെ പറ്റിയ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ വില കുറവ് എങ്ങനെ? വില കുറവുണ്ടാവുമോ അതോ? വലിയ വില കുറവൊന്നുമില്ല, നമുക്ക് പിന്നെ ബാർഗൈൻ ചെയ്യാം. പക്ഷെ ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലേ? ഇഷ്ടംപോലെ കളക്ഷൻ. ഇതൊക്കെ ഷൂ ആട്ടോ, നമുക്ക് ട്രക്കിങ്ങിനും മഞ്ഞിലൂടെ ഇട്ട് നടക്കാൻ പറ്റുന്ന സൈസ് ഷൂകളാണ്. ട്രക്കിങ്ങിന് പോകാൻ തോന്നുന്നു അല്ലേ? അതുപോലെ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കമ്പിളി ഒക്കെ ഉണ്ട്. 350 രൂപ. വാട്ടർ പ്രൂഫ് അല്ലേ? ഇത് ആർമീൻ്റെയോ? ഇത് ഇവിടെ ഒരു ഉന്തുവണ്ടിയിലുണ്ടോ ചക്ക? ചക്ക ദേ മുറിച്ച് വെച്ചിട്ടുണ്ട്. വഴി ബ്ലോക്കായി. ഇവിടുത്തെ ചക്കയാ? 1 കിലോയ്ക്ക് 60 രൂപ. 60 രൂപ. ഇത് ഇവരുണ്ടല്ലോ നമ്മളെ നാട്ടിൽ ചക്ക വെക്കുന്ന പോലെ ചക്ക വേവിക്കത്തല്ല. ഇത് ഇവര് കറി വെക്കാൻ വേണ്ടിയാ. ഇത് ഈ ചക്ക ഇവര് മൊത്തത്തില് അങ്ങോട്ടേക്ക് ഇപ്പൊ അവർ അരിയുന്ന കണ്ടോണേ. അതിന്റെ കുരു കളയത്തില്ല. അതിന്റെ നാരങ്ങ വെക്കുന്നത് അതിന്റെ ചൊന പോകാൻ വേണ്ടി. കുരു കളയത്തില്ല. അങ്ങോട്ടേക്ക് ഇത് ഇവര് ഇറച്ചി വെക്കുന്ന പോലെ നമ്മള് ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ വെക്കുന്നത്. അത് മൊത്തത്തില് അങ്ങനെ അങ്ങ് വെക്കുക. കുരു അടക്കോ? കുരു അടക്കം കറി. അതിന്റെ പുറത്തെ ജസ്റ്റ് ആ ഒരു ഇത് മാത്രമേ കളയത്തുള്ളൂ, തൊലി മാത്രം കളയും. ഇതുണ്ട്. ഇനിയിപ്പോ കുരുവും ചകിണി ഈ മറ്റേ എല്ലാം അടക്കം നമ്മൾ ചിക്കൻ വെക്കുന്ന പോലെ, സെയിം ചിക്കൻ വെക്കുന്ന പോലെ ഒരു ഇറച്ചി നുറുക്കുന്ന പോലെ നുറുക്കിയാൻ കിട്ടുക. ഇറച്ചി നുറുക്കുന്ന പോലെ നുറുക്കിയിട്ടിട്ട് നമ്മൾ ഇന്നലെ പോത്ത് വെച്ചില്ലേ അതുപോലെ ഇവരും കറി വെക്കും. ഇവിടെ ഇഷ്ടം പോലെ ജാക്കറ്റ്, തുണി, സാധനങ്ങളൊക്കെ വെച്ചൊക്കെ കാണും. പക്ഷെ വലിയ ക്വാളിറ്റി ഉള്ളതൊന്നാണോ എന്നറിയത്തില്ല. ജീൻസ് പാൻറ്റൊക്കെ ഉണ്ട്. അതുപോലെ ഫുള്ള് സാധനങ്ങളുണ്ട്. ഫുള്ള് ജാക്കറ്റുകളാണ്. വലിയ പക്ഷേ ഉണ്ടല്ലോ ഇതൊന്നും അത്ര ക്വാളിറ്റി അല്ലേ. നമുക്ക് അത്യാവശ്യം നല്ല സ്ഥലത്ത് നിന്ന് മേടിക്കാം. നമുക്ക് ഓക്കെ മേടിക്കുമ്പോഴേ കൊള്ളത്തില്ലാന്നാണ് പറയുന്നത് മൂപ്പർക്ക് എന്തായാലും അറിയാലോ ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ അതിന് എത്ര രൂപ പറഞ്ഞത്? ഇവിടെ 750 രൂപയാണ് ലോക്കൽ സാധനത്തിന് പറഞ്ഞത്. 750 രൂപയാണ് ഇപ്പോൾ അതിന് പറഞ്ഞത്. ലോക്കലാണെന്നാണ് പറഞ്ഞത്. നമുക്ക് പുള്ളിക്കാരുടെ വീടിന്റെ അടുത്തല്ലേ? നമ്മുടെ വീടിന്റെ അടുത്ത് അവിടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. ഒറിജിനൽ സാധനം കിട്ടും. 1000 രൂപയ്ക്ക് നല്ല കിട്ടും. 1000 രൂപയ്ക്ക് നല്ല കിട്ടുന്ന പറഞ്ഞു. നമുക്ക് അവിടെ അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. അവിടെ പോയി മേടിക്കാം. അപ്പൊ നമ്മളിപ്പോ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? നമ്മളിപ്പോ പൾട്ടനിൽ നമ്മളിങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പൊ ഇവിടെ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഒക്കെ കിട്ടുന്ന കടയാണ്. നമ്മുടെ വണ്ടീന്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. ഇതാണ് ഡെറാഡൂണിലെ പബ്ലിക് ലൈബ്രറി. ഡെറാഡൂണിലെ മസൂരിലുള്ള പോലത്തെ സാധനം. മസൂരിലുള്ളത് ഇത് റേയോ? അത് ഇത് അങ്ങനെ ഇവിടുത്തെ ഒരു ലൈബ്രറിയാ.
ഇവിടെ പഴയ ബിൽഡിംഗ് ഒക്കെ ആണ്. ഇത് പഴയ ബിൽഡിംഗ് ഒക്കെ ആണല്ലോ. ഇതാണ് മുള്ള ബിൽഡിംഗ് എന്ന് പറയും. മുള്ള ബിൽഡിംഗ്. ഇവിടെയാണ് നമുക്ക് പോത്തൊക്കെ കിട്ടുന്ന കടകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. ഓഹോ, ഫുള്ള് മുസ്ലിങ്ങളല്ലേ ഇവിടെ? അതന്നെ, ആ സൈഡിൽ കാണാം. നമ്മള് ഡൽഹിയിലെ കരോൾ ബാഗിലൊക്കെ കണ്ടപോലെ വണ്ടിയുടെ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടകളാട്ടോ. ഐസ്ക്രീം കഴിച്ചേക്കാം. ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതെ, ഉഷ്ണേന ശാന്തി എന്ന് കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് തണുപ്പേന ശാന്തി. അതെ, അതാണ്. പഞ്ചർ കിറ്റ് നമുക്ക് ഓൺലൈനിൽ 10, 200, 250, 300 രൂപയ്ക്കൊക്കെ വാങ്ങാൻ കിട്ടും. എല്ലാവരും പറഞ്ഞതാണ്. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കാത്തതുകൊണ്ടാണ് വാങ്ങാത്തത്. കാരണം 10-15 ദിവസമൊക്കെ എടുക്കും സാധനം വരാൻ. അപ്പോൾ ആ സമയത്ത് നമ്മളെവിടെ ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന കാര്യം ഡൗട്ടാണ്. ഇവിടെ ഇപ്പോൾ ഈ കണ്ട ഷോപ്പുകളിലൊന്നും സാധനമില്ല. അപ്പോൾ അവർ പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയും കിട്ടിയില്ലെങ്കിൽ നമ്മൾ മനീഷേട്ടൻ്റെ പേരിലുണ്ട് ഇവിടെ സാധനം ബുക്ക് ചെയ്യും. നമ്മളിതിട്ട് പിന്നെ എങ്ങനെയും വന്ന് കളക്ട് ചെയ്യാം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. മനീഷേട്ടൻ്റെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞങ്ങളിതാ അവിടുന്ന് വണ്ടീൻ്റെ പഞ്ചർ കിറ്റൊക്കെ വാങ്ങിച്ചു കേട്ടോ. 200 രൂപയായി പഞ്ചർ കിറ്റ് വാങ്ങിച്ചു. എല്ലാം ഒന്നും കാണിച്ചില്ല. പെട്ടെന്ന് നമ്മൾ തിരിച്ചു വന്നു. ഇരുട്ടായ സമയം നമ്മൾ അവിടുന്ന് ജാക്കറ്റ് വാങ്ങാണ്ട് പുള്ളി നമുക്ക് ഇവിടെ ഒരു ഷോപ്പ് കാണിച്ചു തന്നു. ഇവിടുന്ന് നമ്മൾ ജാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യട്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി നമ്മളിപ്പോഴൊന്നും കാണൂല. ഇനിയിപ്പോൾ നമ്മൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണാം. അതന്നെ, എന്നിട്ട് നമ്മൾ വമ്പൻ പ്ലാനിങ്ങുകൾ അല്ലേ. ഞാനിവിടുന്ന് പോവാണ് പറഞ്ഞ പോലെ. അപ്പോൾ എന്തായാലും എല്ലാത്തിനും താങ്ക്സ് ഇതുവരെ ചെയ്തതിന്. നമുക്ക് ഇനി കാണാം. അല്ലേ, അപ്പം നിങ്ങൾ കാരണം നമുക്ക് ഒരു 3000 സബ്സ്ക്രൈബർ എടുക്കാനായി കേട്ടോ. അതെ. അപ്പോൾ ഞാൻ പോയി വരുമ്പോഴത്തേക്ക് നിങ്ങളൊരു 5000 ആക്ക്. വീഡിയോ ചെയ്യണം. അല്ല, വീഡിയോ ചെയ്യണം. അതന്നെ, വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കാര്യമായിട്ട്. അതെ, ഇനിയിപ്പം ക്രിസ്മസിന് കുറച്ച് തിരക്കുണ്ട്. അപ്പൊ നമുക്ക് ലീവിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നതാണ്. എന്തായാലും നോക്ക്. അപ്പൊ മനുഷ്യരുടെ ചാനലിന്റെ ലിങ്ക് കൊടുത്തോണ്ട് ഇന്ന് ഏതായാലും നിങ്ങൾ വീഡിയോ എടുത്തില്ല. ഇന്ന് റെസ്റ്റ്. നമുക്ക് നല്ല സുഖമില്ലായിരുന്നു. ഞങ്ങൾ എടുക്കാൻ പോയ സ്ഥലം ക്ലോസ് ആയതുകൊണ്ടാട്ടോ പുള്ളി വീഡിയോ എടുക്കാൻ. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും എടുക്കണമല്ലോ എന്ന് വെച്ചാൽ എടുത്തത്. നമ്മൾ നാളെ ഇവിടുന്ന് ഋഷികേശിലേക്ക് പോകും. അതിന് കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ തന്നെ കാണാം കേട്ടോ. എന്തായാലും ശരിയാ.